വലിയ ആവേശത്തിൽ തന്നെയാണ് തലസ്ഥാനം എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. അതിൻ്റെ ഒരു ആവേശം കൊട്ടിക്കയറുകയാണ് തലസ്ഥാനത്ത്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ മുതൽ, അതായത് ഇന്ന് രാവിലെ 9 മണിക്കാണ് ഇതിൻ്റെ പതാക ഉയർത്തൽ തീരുമാനിച്ചിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരിക്കും ഈ പതാക ഉയർത്തുക. അതിനുശേഷമായിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന MT നില എന്ന് പറയുന്ന പ്രധാന വേദി, പ്രധാന വേദിയിൽ ഉദ്ഘാടന ചടങ്ങ് നടക്കുക. രാവിലെ കൃത്യം 10 മണിക്ക് ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുന്നതായിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചതാണ് മന്ത്രി GR അനിൽ. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു പ്രയത്നം, അതിൻ്റെ ഒരു അവസാന ദിവസം, അതായത് ഇതിൻ്റെ തുടക്കമാവുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ? അല്ല, വിദ്യാർത്ഥികളെ കാത്തിരിക്കുകയാണ് സംഘാടകരും അധ്യാപകരും മാധ്യമങ്ങളും. കണ്ടില്ലേ, രാവിലെ ഭക്ഷണപ്പുരയിൽ 6:30 ഞാൻ ചെല്ലുമ്പോൾ എല്ലാം റെഡിയാണ്. ഭക്ഷണം വിളമ്പാൻ തയ്യാറായി അധ്യാപകർ നിൽപ്പുണ്ട്. ഭക്ഷണമെല്ലാം ഒരുക്കി നമ്മളെ പാചകപ്പുര റെഡിയായി നിൽപ്പുണ്ട്. കുട്ടികൾ എത്തിയാൽ മാത്രം മതി. ഇന്നലെ രാത്രി 12 മണി വരെ ഭക്ഷണം കൊടുത്ത അനുഭവമാണ്. അപ്പോൾ അത് കാണിക്കുന്നത് ഒരു തടസ്സവും ഒരു കുറവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും തടസ്സങ്ങളോ കുറവുകളോ ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അത് ഞങ്ങൾ പരിഹരിക്കാൻ പൂർണ്ണമായി തയ്യാറാകും. രക്ഷകർത്താക്കളും അധ്യാപകരും കുട്ടികളുടെ കലോത്സവമാക്കി ഇതിനെ മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. അവരുടെ എന്തെങ്കിലും പരാതികൾ ഏറ്റെടുത്ത് അതിൻ്റെ പുറകെ പോയി പൊതുവിലൊരു ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നേ പറയാനുള്ളൂ. എത്രത്തോളം വെല്ലുവിളിയായിരുന്നു തലസ്ഥാനത്ത്, പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റിനും പരിസരത്തും ഒക്കെ ആയിട്ടാണ് ഈ വേദികളൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം വെല്ലുവിളിയായിരുന്നു ഇതിൻ്റെ ഈ ഒരു നടപടിയൊക്കെ? ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവർക്കും ഇറങ്ങാൻ കഴിഞ്ഞത്. പല തിരക്കുകൾക്കിടയിലും സ്കൂൾ കലോത്സവത്തിൻ്റെ സംഘാടന കമ്മിറ്റി ഒരുപക്ഷെ താമസിച്ചായിരിക്കും രൂപം കൊണ്ടത്. അത് കഴിഞ്ഞപ്പോൾ ഇത് സംഘടിപ്പിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതിനാവശ്യമായിട്ടുള്ള സ്റ്റേഡിയമാണെങ്കിലും ഭക്ഷണപ്പുരക്ക് ഇത്രയും പേർക്ക് കൊടുക്കേണ്ട അതെല്ലാം കഴിഞ്ഞ കാലങ്ങളെക്കാൾ വ്യത്യസ്തമായി വളരെ ചിട്ടയായും ക്രമമായി നടത്തിയെടുക്കാൻ ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഭക്ഷണപ്പുരയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് വെറൈറ്റി ഒക്കെ ആക്കിയിട്ടുണ്ട്. വരുന്ന കുട്ടികൾക്ക് അവിടെ വൈകുകയാണെങ്കിൽ അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലം, അവിടെ കലാപരിപാടികൾ, അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് അവിടെ കലാപരിപാടികളുണ്ട്. കുറച്ചു നേരം അത് ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഏകദേശം 4000-ഓളം പേർക്ക് ഒരേ സമയത്ത് കഴിക്കാനുള്ള സൗകര്യമാണ്. അതിന് പ്രത്യേകം 200 പേർക്ക് ഇരിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ, അതിന് പ്രത്യേക ചുമതല. അങ്ങനെ ഓരോ ബാച്ചിനും കുറവുകൾ പോരായ്മകൾ ഉണ്ടാകാതെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതെ, തീർച്ചയായും കാവ്യ, ഈ രീതിയിൽ തന്നെയാണ്. വലിയൊരു പ്രയത്നം തന്നെയാണ്. ഏറെ നാളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കേവലം കുറച്ച് സമയത്തിനുള്ളിൽ ഈ കാണുന്ന സംവിധാനം എല്ലാം സജ്ജമാക്കിയെടുത്തു. പ്രത്യേകിച്ചും ഈ പ്രധാന വേദി, MT നില എന്ന് പറയുന്ന ഈ പ്രധാന വേദിയുള്ളത് സെക്രട്ടേറിയറ്റിനോട് തൊട്ട് ചേർന്നാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റിനോട് തൊട്ട് ചേർന്ന് പ്രധാന വേദി, ഈ വേദിയിൽ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നത് അനക്സ് ആണ്. അനക്സിൽ മറ്റുള്ള മന്ത്രിമാരുടെ ഓഫീസാണ്. അങ്ങനെ അതായത് ഈ സെക്രട്ടേറിയറ്റും പരിസരത്തും തന്നെ നിരവധി വേദികൾ വരുന്നു. ആ രീതിയിലൊക്കെ ഉള്ള രീതിയിലാണ് ഏതായാലും പ്രധാന വേദി സജ്ജമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് കേവലം കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ ഈ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയേറുവാൻ വേണ്ടി. ഇതിൽ കൊടിയേറുന്ന സമയത്ത് തന്നെ എല്ലാ വേദികളും ഇതിനകം തന്നെ സജ്ജമാണ്. 25 വേദികളിലായി 249 ഇനങ്ങളിലായിട്ടാണ് മത്സരം. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത പ്രാദേശിക ഇനങ്ങൾ കൂടി ഈ മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു വിഭാഗത്തെ മാറ്റി നിർത്താൻ പാടില്ല. കുട്ടികളുടെ കലാവാസന, കുട്ടികളുടെ കലാപ്രകടനം, അതിനാണ് മുൻതൂക്കം നൽകേണ്ടത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ പ്രാദേശിക ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏതായാലും എല്ലാവരുടെയും കണ്ണുകൾ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് തന്നെയായിരിക്കും. കാരണം ഇന്നലെ മുതൽ കുട്ടികൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു ആദ്യ സംഘം ഇന്നലെ എത്തിയത്. അവർക്ക് വലിയ വരവേൽപ്പാണ് റെയിൽവേ സ്റ്റേഷനിൽ നൽകിയത്. അതിനുശേഷം കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള താമസം അത് വിവിധ സ്കൂളുകളിലായി ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കുട്ടികളൊക്കെ വൈകുന്നേരം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. തലസ്ഥാനത്ത് എത്തിയ കുട്ടികളൊക്കെ ഇവിടെ തന്നെ എത്തി വൈകുന്നേരം ഇവിടെ വന്ന് ഈ ഒരു പ്രധാന വേദിക്കകത്ത് വന്ന് ഇവിടെയൊക്കെ നിന്ന് അവസാന റിഹേഴ്സലൊക്കെ നടത്തി നോക്കുന്നുണ്ടായിരുന്നു. കാരണം പ്രധാന വേദി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വലിയ ആകർഷണ കേന്ദ്രം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രധാന വേദിയുടെ ഒരു പ്രത്യേക മമത എപ്പോഴും സ്കൂൾ കലോത്സവങ്ങൾക്കുണ്ടാകും. ആ പ്രധാന വേദിയിൽ
ഇവിടെ എത്തിയിട്ടുള്ള കുട്ടികളൊക്കെ കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ എത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. ഇനിയിപ്പോൾ ഏതായാലും കലയുടെ ഒരു മാമാങ്കം തന്നെയാണ്. രാവിലെ ഈ 10 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാൽ അതിനുശേഷം ഈ ഏകദേശം 11 മണിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഉദ്ഘാടന ചടങ്ങ് എപ്പോൾ പൂർത്തിയാകുന്നു അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ ഈ 25 വേദികളിലും മത്സരങ്ങൾക്ക് തുടക്കമാകുന്നതായിരിക്കും. പിന്നീട് നമ്മൾ വാശിയേറിയ മത്സരം തന്നെയായിരിക്കും, വെറും വാശിയോടുകൂടിയുള്ള ഒരു മത്സരം തന്നെയായിരിക്കും കാണുക. പക്ഷേ അതിലൊന്നും ഒരു തരത്തിലുള്ള മറ്റ് മത്സരത്തിനപ്പുറത്തേക്ക്, അതൊരു കലാപ്രകടനം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലേക്ക് അത് നീങ്ങാൻ പാടില്ല എന്നുള്ള കാര്യം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയും കുട്ടികളോടും രക്ഷിതാക്കളോടും അതോടൊപ്പം തന്നെ അധ്യാപകരോടും ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണതോതിൽ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഇതിനുവേണ്ടി 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേണ്ടി സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ ആവേശത്തിൽ തന്നെയാണ് തലസ്ഥാനമുള്ളത്.